എല്ലാവർക്കും ഞാൻ ആദ്യമായി ഗുഡ് മോർണിംഗ് പറയുന്നു. ഞാനിപ്പോൾ ഈ വീഡിയോയിലേക്ക് വന്നതിൻ്റെ മെയിൻ കാരണം ഗവൺമെൻറ്റുകാരിപ്പോൾ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര 15-ാം തീയതി മുതൽ പ്രാബല്യത്തിൽ കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു അഭിപ്രായം ഇങ്ങനെയാണ്, സ്ത്രീകൾക്ക് എല്ലാവർക്കും കൊടുക്കണമെന്ന് ഇല്ല. കാരണം മുതിർന്നവർക്കായിരുന്നു അത് കൊടുക്കേണ്ടത്. ഇപ്പം സ്ത്രീകൾക്ക് മാത്രം ഇത് നടപ്പിലാക്കുമ്പോൾ പുരുഷന്മാരെന്ത് ചെയ്യും? അവർ മനുഷ്യരല്ലേ? ഇപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ച് യാത്ര ചെയ്യുന്നു. ഭാര്യ ആ ബസ്സിലും പോയി ഭർത്താവ് വേറെ വണ്ടിക്കും പോകുമോ? ഇല്ലല്ലോ. അപ്പോൾ രണ്ടുപേർക്കും തുല്യതയിൽ വാർദ്ധക്യത്തിലിരിക്കുന്ന അച്ഛനും അമ്മയ്ക്കും ആയിരുന്നു ഇത് കൊണ്ടുവരേണ്ടത്, ഈ നിയമം നടപ്പിലാക്കി കൊടുക്കേണ്ടത്. അല്ലാതെ എല്ലാ സ്ത്രീകൾക്കും ഫ്രീ സൗജന്യമായി യാത്ര കൊടുക്കുമ്പോൾ ആവശ്യമുള്ളവരും ആവശ്യമില്ലാത്തവരും ഒക്കെ വീട്ടിന് പുറത്തിറങ്ങി ചുമ്മാ സർവീസ് ചെയ്യും. അല്ലാത്ത പക്ഷം ഇത് നമുക്ക് ന്യായമായ അർഹതപ്പെട്ട ആൾക്കാർക്കായിരുന്നു ഈ നിയമം നടപ്പിലാക്കി കൊടുക്കേണ്ടത്. അത് ആണോ അല്ലയോ എന്ന് എൻ്റെ ഈ വീഡിയോ കാണുന്നവർ ആലോചിക്കുക. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന്. കാരണം വാർദ്ധക്യത്തിലിരിക്കുന്ന അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇപ്പോൾ മക്കളൊന്നും നോക്കാതിരിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ 10 രൂപ എടുക്കാനില്ലെങ്കിൽ അവർക്ക് ഫ്രീ ആയി സർവീസ് ബസ്സിൽ കയറി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി ചികിത്സ നേടാം. അതല്ലായിരുന്നു അതിൻ്റെ ശരി? ഇത് എല്ലാവർക്കും ഫ്രീ ആയി കൊടുക്കുമ്പോൾ എല്ലാവരും വെറുതെ വീട്ടിനകത്തുനിന്ന് പുറത്തിറങ്ങും. അപ്പോൾ ഗവൺമെൻറ് ബസ് നഷ്ടത്തിലാവും എന്നാണ് എൻ്റെ വിശ്വാസം. മറ്റേ ആവശ്യത്തിന് ഉപയോഗപ്പെടുന്ന കാര്യങ്ങളാണ് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇത് ഞാൻ ഈ പറഞ്ഞ് എല്ലാവരും കൂടി എന്നെ എടുത്തിട്ട് പൊങ്കാലിടാനൊന്നും വരണ്ട. ഞാൻ കാര്യമാണ് പറഞ്ഞത്. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നടക്കുന്നത് ഭൂരിഭാഗവും വാർദ്ധക്യത്തിൽ ആവുന്ന അച്ഛനെയും അമ്മേനെയും എല്ലാവരും ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് ഒരു 10 രൂപ ചായ വെള്ളത്തിന് പോലും നിവർത്തിയില്ലാത്ത അനേകം അച്ഛനും അമ്മയും ഉണ്ട്. അവർക്കായിരുന്നു മെയിൻ മുൻഗണന ഇതിന് കൊടുക്കേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ പറച്ചിൽ. അവർക്കായിരുന്നു അത് കൊടുക്കേണ്ട എൻ്റെ ഒരു ആഗ്രഹം. കാരണം സ്ത്രീകൾക്ക് ഇപ്പോൾ ഏകദേശം മിക്കുള്ള ആൾക്കാർക്കും ജോലിയുണ്ട്. പിന്നെ പഠിക്കുന്നവർക്കാണെങ്കിൽ അതിൻ്റേതായ, നമ്മളിപ്പോൾ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾക്ക് അതിൻ്റേതായ രീതിയിൽ ഫ്രീ സർവീസ് കൊടുത്താലും കുഴപ്പമില്ല. പക്ഷേ ഏകദേശം ഒരു 10-20 വയസ്സായ സ്ത്രീകൾക്കൊക്കെ ജോലിയുള്ളവരാണ് കൂടുതലും. എന്നിട്ടും ഈ ജോലിയുള്ളവരുടെ ധിക്കാരോ അഹങ്കാരമോ ഒക്കെ നമ്മൾ ഈ സമൂഹത്തിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ തുല്യരായിട്ട് കൊടുക്കുക, ആണിനും പെണ്ണിനും തുല്യരായിട്ട് കൊടുക്കുക. സ്ത്രീകൾക്ക് മാത്രം ഒരു ഇതിപ്പോൾ പദവിയിൽ കൊണ്ടുവരേണ്ട ഒരാവശ്യമില്ലായിരുന്നെന്നാണ് എൻ്റെ പറച്ചിൽ. കൊടുക്കുമ്പോൾ 2 പേർക്കും കൊടുക്കണമായിരുന്നു. ആണിനും പെണ്ണിനും തുല്യ അവകാശത്തോടു കൂടി കൊടുക്കണമായിരുന്നു. സ്ത്രീകൾക്ക് മാത്രമല്ലല്ലോ കേരളത്തുള്ളത്. ആണുങ്ങളെന്ത് ചെയ്യും? ആണുങ്ങളെന്തേ? അവർ ഈ സമൂഹത്തിലുള്ളവരല്ലേ? അപ്പോൾ ആ പെണ്ണുങ്ങൾക്ക് മുൻഗണന കൊടുക്കരുത്. എൻ്റെ അഭിപ്രായത്തിൽ പെണ്ണുങ്ങൾക്ക് മുൻഗണന കൊടുക്കരുത്. കാരണം എവിടെ ചെന്നാലും ഈ പെണ്ണുങ്ങൾ പറയുന്ന വാക്കുകളും പ്രവൃത്തികളും കേട്ട് വെച്ച് ആണുങ്ങളെ മൊത്തത്തിൽ അടിച്ചമർത്തി താഴ്ത്തി കെട്ടിയിട്ടിരിക്കുക. ന്യായമുള്ളിടത്ത് പെണ്ണുങ്ങൾ സംസാരിച്ചോട്ടെ, ഉച്ചത്തിൽ സംസാരിച്ചോട്ടെ, അതിന് ഞാൻ ഒന്നും പറയില്ല. പക്ഷേ പെണ്ണുങ്ങൾക്ക് നിയമം കയ്യിൽ കൊടുത്തതോടുകൂടി കുടുംബങ്ങൾ നഷ്ടപ്പെട്ടു തുടങ്ങി, സമാധാനമില്ലാത്ത വീടുകളായി തുടങ്ങി, എന്തൊക്കെ പ്രശ്നങ്ങളാണ്. അപ്പോൾ പെണ്ണുങ്ങൾക്ക് ആവശ്യത്തിന് മാത്രം മുൻഗണന കൊടുക്കുക. അല്ലാതെ ഈ എല്ലാത്തിനും അഴിച്ചറിച്ചിട്ട് സ്ത്രീകൾക്ക് മുൻഗണന എന്ന് പറയുമ്പോൾ ഈ ആണുങ്ങളെന്താ? ആണുങ്ങൾക്കാണ് മുൻഗണന കൊടുക്കേണ്ടത്. ആണുങ്ങളല്ലേ വീട്ടിലെ നാഥൻ, കുടുംബസ്ഥൻ. ഞാനൊക്കെ പഠിച്ചത് അങ്ങനെ, ഞങ്ങളൊക്കെ പഠിപ്പിച്ചത് അങ്ങനെയാണ്. വീട്ടിലെ നാഥനും കുടുംബനും എന്നൊക്കെ പറയുമ്പോൾ ആണുങ്ങളാണ്. ഇപ്പോൾ സ്ത്രീകളായി, സ്ത്രീകൾക്കാണ് മുൻഗണന. എന്താണിത്? അതുകൊണ്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ 2 ആൾക്കും, എൻ്റെ പ്രധാനമന്ത്രിയായ VD സതീശൻ സാറിനോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ. കൊടുക്കുന്നെങ്കിൽ ഫ്രീ ആയി യാത്രാ സൗകര്യം ആണിനും പെണ്ണിനും കൊടുക്കണം. അതെൻ്റെ ഒരു അഭ്യർത്ഥനയാണ്.
അല്ലെങ്കിൽ മുതിർന്നവർക്ക് 50 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് കൊടുക്കുക. 50, 60, 70 വയസ്സായ അമ്മച്ചിമാരും അപ്പച്ചന്മാരും ഒക്കെ ഇല്ലേ, അവർക്ക് കൊടുക്കുക. അവർക്കൊക്കെ ബസ്സിന് പോകാനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകണമെന്ന് വിചാരിച്ചാൽ മക്കളുടെ സഹായം ഇല്ലാതെ അവർക്കൊന്ന് ബസ്സിന് യാത്ര ചെയ്യണമെങ്കിൽ അവർ പോയിട്ട് വരും, സന്തോഷമായി ഹാപ്പി ആയിട്ട് പോയി വരും. അത് ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യ അവകാശത്തിൽ കൊടുക്കുക. അതാണ് എൻ്റെ ആഗ്രഹം. അല്ലാതെ ഇങ്ങനെ ഇത് കൊടുത്തിട്ട് എന്ത് കാര്യമാണുള്ളത്? ഒരു ഉപയോഗമില്ല. ഇതിപ്പോൾ അടിയിലേ അവസാനിക്കൂ. ഇനി ഒന്നുകൂടി ഞാൻ പറയാൻ പോകുന്ന കാര്യം, സ്ത്രീകളെന്നും പറഞ്ഞ് ആണുങ്ങൾ പെൺവേഷം കെട്ടി ബസ്സിൽ കയറിയാൽ നിങ്ങൾ എങ്ങനെ തിരിച്ചറിയും? അവരെ നിങ്ങൾ എങ്ങനെ തിരിച്ചറിയും? തുണി അഴിക്കുമോ? ഇല്ലല്ലോ. അവരെ എന്തെങ്കിലും ID പ്രൂഫ് വാങ്ങിയേ കയറ്റാൻ പറ്റത്തുള്ളൂ. എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ്. അവർ ഇപ്പോഴത്തെ ഈ പർദ്ദയിട്ടും കൊണ്ട് കയറിക്കഴിഞ്ഞാൽ നമുക്ക് അവരെ ഒന്നും അഴിച്ചു പറക്കി നോക്കാൻ പറ്റത്തില്ല, ID പ്രൂഫ് നോക്കാൻ പറ്റത്തില്ല. ഞാൻ സ്ത്രീയാണെന്ന് പറഞ്ഞാൽ സ്ത്രീയാണ്. ഇപ്പം എന്തൊക്കെ വേഷങ്ങളാണും പെണ്ണും തിരിച്ചറിയാൻ പറ്റാത്ത വേഷങ്ങളായി മാറി, കോലംകെട്ടായി മാറി. അതുകൊണ്ട് എൻ്റെ ഒരു ആഗ്രഹം ഇങ്ങനെയാണ്, കൊടുക്കുന്നെങ്കിൽ വാർദ്ധക്യത്തിലിരിക്കുന്ന അച്ഛനമ്മമാർക്കാണ് ഫ്രീ സൗകര്യം കൊടുക്കാൻ. എല്ലാ സർവീസുകളും ഫ്രീ ആയിട്ട് അവർക്ക് കൊടുത്തു, ബാക്കിയുള്ളവർ ക്യാഷ് കൊടുത്തു പോട്ടെ. അല്ലാതെ ഈ ഭാര്യയും ഭർത്താവും കൂടെ പോകുമ്പോൾ, ഒരു ഭാര്യയും ഭർത്താവും കൂടെ പോകുമ്പോൾ ഒരാൾ ഒരു ബസ്സിൽ വേറൊരാൾ ഒരു ബസ്സിൽ പോകുമോ? ഇല്ലല്ലോ. അങ്ങനെ പോകാൻ പറ്റുമോ? ആരും പോകത്തില്ല. അപ്പം ഇതിൻ്റെയൊക്കെ നിയമങ്ങൾ ഇനി ഏത് വഴി കൂടെ വരുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളിനി ഏത് തരത്തിലാണ് ഈ നിയമം നടപ്പിലാക്കി കൊണ്ടുവരാൻ പോണതെന്നും എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. എൻ്റെ ഒരു ആഗ്രഹം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കൊടുക്കുന്നെങ്കിൽ ആണിനും പെണ്ണിനും തുല്യ അവകാശത്തോടുകൂടി കൊടുക്കുക. പെണ്ണുങ്ങൾക്ക് മാത്രം മുൻഗണന കൊടുക്കരുത്. എൻ്റെ ഒരു അഭിപ്രായം അതാണ്.